ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ആക്രമണം തുടരുന്നു. മുതിർന്ന നേതാവ് കല്യാൺ ബാനർജിയെ ആൾക്കൂട്ടം ആക്രമിച്ചു. സ്വന്തം മണ്ഡലമായ ശ്രീരാംപൂരിലെ ചണ്ഡതാലയിൽ വെച്ചായിരുന്നു ആക്രമണം. വോട്ടെടുപ്പിന് ശേഷമുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയതായിരുന്നു കല്യാൺ ബാനർജി. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണം. തലയ്ക്കടിയേറ്റ കല്യാൺ ബാനർജി വീഴുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കള്ളൻ എന്ന് വിളിച്ചായിരുന്നു കല്യാൺ ബാനർജിയെയും ആക്രമിച്ചത്. തന്നെ കൊലപ്പെടുത്താനായിരുന്നു ശ്രമമെന്നും ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്നും കല്യാൺ ബാനർജി ആരോപിച്ചു. BJP ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മമതാ ബാനർജിയുടെ മരുമകൻ അഭിഷേക് ബാനർജിക്ക് നേരെ ഇന്നലെ ആക്രമണമുണ്ടായി. 24 പർഗാന ജില്ലയിൽ സോനാപൂരിൽ വെച്ചായിരുന്നു അഭിഷേക് ബാനർജിയെ ആൾക്കൂട്ടം ആക്രമിച്ചത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ആക്രമണം തുടരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മുതിർന്ന നേതാവ് കല്യാൺ ബാനർജിയെയാണ് ആൾക്കൂട്ടം ആക്രമിച്ചിട്ടുള്ളത്. കല്യാൺ ബാനർജിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള ശ്രീരാംപൂരിലെ ചണ്ഡിതാലയിൽ വെച്ചാണ് ആൾക്കൂട്ടം ആക്രമിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പിന് ശേഷമുണ്ടായ അക്രമത്തെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയതായിരുന്നു കല്യാൺ ബാനർജി. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിൽ ആൾക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. തലയ്ക്കടിയേറ്റ് കല്യാൺ ബാനർജി വീഴുന്ന ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. കള്ളൻ എന്നൊക്കെ വിളിച്ചായിരുന്നു ഇയാളെ ഇത്തരത്തിൽ ആൾക്കൂട്ടം ആക്രമിച്ചിരിക്കുന്നത്. തന്നെ കൊലപ്പെടുത്താനാണ് ശ്രമമെന്നും ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ BJP ആണെന്നുമാണ് ഇപ്പോൾ കല്യാൺ ബാനർജി പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും BJP പ്രതികരിച്ചിട്ടില്ല. അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജിക്ക് നേരെയും ഇന്നലെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പർഗാന ജില്ലയിലെ സോനാപൂരിൽ വെച്ചായിരുന്നു അഭിഷേക് ബാനർജിയെ ആൾക്കൂട്ടം ആക്രമിച്ചത്.